സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സന്തോഷ് ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റിബൺ പക്കോടി. റിബൺ എന്ന് പറഞ്ഞാൽ അറിയില്ല, പിള്ളേരുടെ തലയിൽ നീണ്ട പക്കോട നമുക്ക് പാക്കറ്റിലൊക്കെ നിങ്ങൾ ധാരാളം മേടിച്ച് വേണം. വളരെ ടേസ്റ്റ് ഉള്ളതാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അതൊക്കെ പണ്ട് ഉണ്ടാക്കിയത്, ഇപ്പോൾ ആരൊക്കെ ഉണ്ടാക്കുക, എല്ലാവർക്കും അത് കടയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് നോക്കാം. വളരെ ഈസിയാണ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. എന്താ കാര്യം ചെയ്യാൻ നോക്കൂ. ഇതിന് വേണ്ടത് കടലപ്പൊടി വേണം, അരിപ്പൊടി വേണം. അത് രണ്ടും ഈക്വലായിട്ട് ഇട്ടാലും, അല്ലെങ്കിൽ കടലപ്പൊടി 2 ഗ്ലാസ് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ടാൽ മതി. അങ്ങനെ പിന്നെ അതുപോലെ കായം ഉഴുന്നുള്ളി വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം. പിന്നെ അത് ഉള്ളി ഇതിൽ ഞാൻ ഇട്ടിട്ട് കുറച്ചും കൂടി ഉള്ളി ഇട്ടാൽ നല്ലത്. ഇത് അരച്ചിട്ട് അതിൻ്റെ നീര് ചേർത്താൽ വളരെ സോഫ്റ്റാണ്. പിന്നെ അത് അരിച്ചെടുക്കണം കേട്ടോ. സേവനാഴിയിലിട്ട് എടുക്കണ കാരണം കൊണ്ട് നമ്മൾ അരിച്ചെടുക്കുന്നത്. കട്ട് ചെയ്യുന്ന പാടി ചെയ്യാം. കടലപ്പൊടി ചെയ്യണം കേട്ടോ. കായ ഇട്ടു. ഇനി ഇടേണ്ടത് നമുക്ക് അതൊക്കെ ഒരിക്കലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഭംഗിക്കാം. കൂടുതൽ കുറച്ച് മുളക് പൊടി, കുരുമുളക് വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ ഇടില്ല. എള്ളിട്ടു കേട്ടോ. എള്ളിട്ടു. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഏകദേശം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ദോശ പോലെ അതുകൊണ്ട് വളരെ കെയർഫുൾ ആവണം വെള്ളം ഒഴിക്കുമ്പോൾ. ഞാൻ ഒഴിച്ചോളും. ഉപ്പിട്ട് കുറച്ച് ഉപ്പ് വേണം കേട്ടോ. പക്കോടയ്ക്ക് ഉപ്പ് വേണം. ഉള്ളി അരക്കട്ടെ. ഉള്ളി ഞാൻ അരച്ചു. എന്നിട്ട് ഇനി ഉള്ളി എന്ത് ചെയ്യണമെങ്കിൽ അരിച്ചൊഴിക്കണം കേട്ടോ. ഉള്ളി നീര് അത്ര ടേസ്റ്റാണ് ഈ പക്കോടയ്ക്ക് കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ചെയ്യണത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അതൊക്കെ കുറച്ച് ലൂസായിരുന്നത് തോന്നുന്നു എനിക്ക്. ഇതിന് നമ്മൾ സേവനാഴിയിലിട്ട് ഉണ്ടാകും. സേവനാഴിയിൽ ഇതിൻ്റെ അടിയിൽ പക്കോടയുടെ അച്ചത്, പക്കോട ഉണ്ടാക്കുന്ന അച്ചതാണ്. ഇതാണ് പക്കോടയുടെ അച്ച. അപ്പോൾ ഇത് ഇട്ടു. എന്നിട്ട് ഇത് പിഴിയാൻ വിഷമമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസാക്കിയത് കേട്ടോ. കൂടുതൽ ലൂസാണെങ്കിൽ നമുക്കപ്പോൾ മാവ് ചേർക്കാം. ഇത് ഒഴിച്ചിട്ട് തയ്യാറായി കേട്ടോ. ഇനി ഇതിനെ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തയ്ക്കും. ഇത് നല്ലൊരു സൂത്രമാണ്. ഇത് നമുക്ക് പഠിക്കും. അത് നമ്മൾ ഇത് മേടിക്കാൻ ചെന്നാൽ അവർ പറഞ്ഞു തരും എങ്ങനെ ചെയ്യേണ്ടത് ചോദിച്ചാൽ പറഞ്ഞു തരും. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പതുക്കെ നോക്കൂ. ഇവിടുന്ന് തുടങ്ങാം. കൂടുതൽ വെള്ളം യൂസാവരുത്. ഇത് വളരെ പാകണം. ഇതിൻ്റെ അച്ച അങ്ങനത്തെ അതുകൊണ്ടാക്കാം. ഇത് സേവനായി പിടിച്ച് തിരിക്കാൻ നല്ലപോലെ അറിയണം. അതുപോലെ ആ കൂട്ട്, അതായത് ചപ്പാത്തി മാവിനെ പോലെ അത്ര ഹാർഡാവരുത്, എന്നാലും ഇത്തിരി ഹാർഡാവണം. കൂടുതൽ ലൂസായ പക്കോട ശരിയാവില്ല. പിന്നെ ഇതിൻ്റെ അച്ചത്ര ശരിയല്ല. അതുകൊണ്ടാണ് ഈ ഷേപ്പ് വന്നത്. അല്ലെങ്കിൽ ശരിക്കും റിബൺ പക്കോടയുടെ ഷേപ്പ് ഇതുപോലെയൊക്കെ വരണം ശരിക്കും കേട്ടോ. അത് മെലിഞ്ഞതാണ്, അതുകൊണ്ട് പറ്റില്ല കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്വാദുണ്ട്. ഇത് നിങ്ങളുണ്ടാക്കും. കഴിക്കാം, നിങ്ങൾക്ക് കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. വളരെ സ്വാദം ഉള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും